മോഡ്യൂൾ 5 ടോപ്പിക്കാണ് പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കറക്റ്റായിട്ട് എന്താണ് വരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാ ഔട്ട്കംസും അറിയാം, പക്ഷേ നമുക്ക് നേരത്തെ ഏതാണ് ഔട്ട്കം ഇപ്രാവശ്യം വരാൻ പോകണമെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് റിസൾട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്കം. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടോസിങ് എ കോയിൻ ഇസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ ഇത് രണ്ടുമാണ് വരാൻ പറ്റുന്ന ഔട്ട്കംസ് നമുക്കറിയാം. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരുമോ ടെയിൽ വരുമോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റിന് വരാൻ പറ്റുന്ന എല്ലാ പോസിബിൾ ഔട്ട്കംസും അതിനാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ടോസിങ് എ കോയിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ഔട്ട്കംസ് മാത്രമേ വരാൻ പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ ഈ രണ്ട് ഔട്ട്കംസിൻ്റെയും സെറ്റ് അതിനാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് ഓഫ് ടോസിങ് എ ഫെയർ കോയിൻ ഈസ് ഹെഡ്സ് കോമ ടെയിൽസ്. ഈ ലാസ്റ്റ് ടൈം ഇസ് ട്രയൽ. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന റിപ്പറ്റീഷൻ നമ്മൾ പറയുന്ന പേരാണ് ട്രയൽ. അപ്പോൾ ഈ ട്രയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പർട്ടിക്കുലർ പെർഫോമൻസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെ പെർഫോമൻസ് എന്താണോ അത് നമ്മൾ ട്രയലിനോടാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഈവൻറ്റ്. അപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ പറയുന്ന ഈവൻറ്റ് എന്ന് പറഞ്ഞ ടേമാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈവൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഫോംസ് എ സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് ഓഫ് ഔട്ട്കം അതിനാണ് നമ്മൾ ഈവൻറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം നമുക്ക് ഈവൻറ്റ് ഔട്ട്കംസ് ആയിട്ട് കിട്ടുക. അപ്പോൾ പല ടൈപ്പിലുള്ള ഈവൻറ്റ്സ് ഉണ്ട്. അതാണ് താഴേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന 5 ടൈപ്പ് ഓഫ് ഈവൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസി ഇല്ല. ഈവൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ അതർ ഈവൻറ്റ്സ്. അപ്പോൾ ബാക്കിയുള്ള ഈവൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ഈവൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളത് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയാം. സെക്കൻഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ്. ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈവൻറ്റ്സ് ദാറ്റ് ആർ അഫക്റ്റഡ് ബൈ അതർ ഈവൻറ്റ്സ്. അപ്പോൾ ഒരു ഈവൻറ്റിൽ നടന്നാൽ മറ്റേ ഈവൻറ്റിലും ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈവൻറ്റ്സിനുള്ള ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. ഒരേ സമയം നടക്കാൻ പറ്റില്ലാത്ത ഈവൻറ്റ്സിനാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് ഈവൻറ്റ് എയും ഈവൻറ്റ് ബിയും അത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈവൻറ്റ്സിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇനി ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാലോ, രണ്ടോ അതിൽ കൂടുതൽ ഈവൻറ്റ്സിന് സെയിം ചാൻസ് ആണ് ഉണ്ടാവാനുള്ളതെങ്കിൽ, അല്ലെ ദേ ഹാവ് ദ സെയിം ചാൻസ് ഓഫ് ഒക്കറിങ് ആണെങ്കിൽ അവർ നമ്മൾ ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് പറയും. ലാസ്റ്റ് ടൈപ്പ് ഈസ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ്. എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഈവൻറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ യൂണിയൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഈവൻറ്റ്സിന് നമ്മൾ എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് പറയും. നെക്സ്റ്റ് ടൈം ഈസ് റാൻഡം വേരിയബിൾ. ആ പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ വേരിയബിൾ ദാറ്റ് അസ്യൂംസ് ദ വാല്യൂ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിൻ്റെ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വാല്യൂ ഒരു പർട്ടിക്കുലർ വേരിയബിളിലേക്ക് കൊടുത്ത് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ പർട്ടിക്കുലർ വേരിയബിളിന് പറയുന്ന പേരാണ് റാൻഡം വേരിയബിൾ. ഇപ്പോൾ 2 ടൈപ്പ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, പിന്നെ ഒന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവന് കറക്റ്റായിട്ട് കൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അതിന് എടുക്കാൻ പറ്റുക. 0, 1, 2, 3, 4 അങ്ങനെ. അപ്പോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുക. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റുന്ന വേരിയബിളിനാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇനി അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും. നെക്സ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണോ അതിനെ നമ്മൾ ന്യൂമറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഉപയോഗിച്ച്. സോ പ്രോബബിലിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ ന്യൂമറിക്കൽ ലൈക്ലിഹുഡ് ഓഫ് ഓക്കറൻസ് ഓഫ് ആൻ ഈവൻറ്റ്. നമുക്കറിയാം ഒരു ഈവൻറ്റ് ഉണ്ടാവാൻ എന്തുമാത്രം ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ന്യൂമറിക്കലി ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ പ്രോബബിലിറ്റി വാല്യൂ നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. പി ഓഫ് എ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോമുലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ഈവൻ്റ് ആണെങ്കിൽ പി ഓഫ് എ അല്ലെ എ എന്ന് പറഞ്ഞതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഈ എ എന്ന് പറഞ്ഞ ഈവൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എത്ര ഔട്ട്കംസ് ഉണ്ടോ അതാണ് നമ്മൾ മുകളിൽ വരേണ്ടത്.
നമ്പർ ഓഫ് ഫെയറബിൾ ഔട്ട്കംസ് ടു എ. താഴെ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ മൊത്തം എത്ര ഔട്ട്കംസ് പോസിബിൾ ആണ്, അല്ലെ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് താഴെ വരിക, മുകളിൽ എന്ത് വരും, ഈ പർട്ടിക്കുലർ ഈവൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുമാത്രം ഔട്ട്കംസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് നമ്മളെ പി ഓഫ് എ എന്ന് പറഞ്ഞ പ്രോബിലിറ്റി. നെക്സ്റ്റ് ടേം ഇസ് കണ്ടീഷണൽ പ്രോബിലിറ്റി. അപ്പോൾ ഈ ടേം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എ ഗിവൺ ബി. അപ്പോൾ ഈ നൊട്ടേഷൻ നമ്മൾ കണ്ടീഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ ഈവൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഈവൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ഈവൻറ്റ് എ ഗിവൺ ദാറ്റ് ദ ഈവൻറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം ഇസ് എക്സ്പെക്ടേഷൻ. എക്സ്പെക്ടേഷൻ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. മീൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ. അപ്പോൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി അവിടെ നമുക്കൊരു സെറ്റ് ഓഫ് ഔട്ട്കംസ് കിട്ടി. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ പല പ്രാവശ്യം നടത്തി നമുക്ക് പല ഔട്ട്കംസ് കിട്ടി. ഇതിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് ദ ഔട്ട്കംസ്, അതാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചത് ഇ ഓഫ് എക്സ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാൻഡം വേരിയബിൾ. ഇത് നമ്മൾ മീൻ എന്ന് പറഞ്ഞ ടൈം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം ഈസ് വേരിയൻസ്. വേരിയൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വി എ ആർ എന്നുള്ള ടൈമാണ്. വി എ ആർ ഓഫ് എക്സ്, അതായത് വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ വേരിയൻസിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഓഫ് ദ സ്ക്വയർഡ് ഡിഫറൻസസ് ഫ്രം ദ മീൻ ഓഫ് ദ റാൻഡം വേരിയബിൾ. അതായത് വി എ ആർ ഇസ് ഡിഫൈൻഡ് ആസ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വയർ, എക്സിൻ്റെ സ്ക്വയർ, അതിൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നു, മൈനസ് എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സ്പെക്ടേഷൻ തന്നെ, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ദിസ് difference is computed as the value of variance. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്നു, നമുക്ക് പല പോസിബിൾ വാല്യൂസ് കിട്ടുന്നു. ഇനി ഈ വാല്യൂസ് ഒക്കെ ഉണ്ടാവാൻ ഉള്ള സെറ്റ് ഓഫ് പ്രോബബിലിറ്റീസ് കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂസ് പ്ലസ് ദ സെറ്റ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദീസ് പർട്ടിക്കുലർ വാല്യൂസ്. അപ്പോൾ എന്തെല്ലാം ഔട്ട്കംസ് വരാമെന്നുള്ളതും ഈ ഔട്ട്കംസ് വരാനുള്ള പ്രോബബിലിറ്റി, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മോഡലാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് പല രീതിയിൽ വരാം. ഡിസ്ക്രീറ്റിന് പലതുണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന് വേറെ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നേരത്തെ പറഞ്ഞാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പറഞ്ഞു, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പറഞ്ഞു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ അതിന് കറക്റ്റായിട്ട് കൗണ്ടബിൾ വാല്യൂസ് അതിന് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ 0, 1, 2, 3 അങ്ങനെയുള്ള കൗണ്ടബിൾ വാല്യൂസ് മാത്രമേ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് ഒരു സ്പെസിഫിക് വാല്യൂ വരാനുള്ള പ്രോബബിലിറ്റി അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇനി പി ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിസ്ക്രീറ്റിൻ്റെ അല്ല, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്തായിരുന്നു, നമുക്ക് അതിനൊരു സെറ്റ് ഓഫ് ഇൻഫിനിറ്റ്ലി സെറ്റ് ഓഫ് വാല്യൂസ് അതിന് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് ഒരു സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷനാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ റൂൾ. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും രണ്ട് ഈവൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം ഈ ഒരു പേജിലുള്ളതെല്ലാം. ഇനി കോംപ്ലിമെൻ്ററി റൂൾ എന്ന് വെച്ചാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറഞ്ഞ ഈവൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റിയാണ് എ. അപ്പോൾ ആ ഇവൻറ്റ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് എ കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നെഗേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ നോട്ട്. സോ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, എ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ 1ൽ നിന്ന് ആ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ ഉണ്ടാവാതിരിക്കാനുള്ള പ്രോബിലിറ്റി നമുക്ക് കിട്ടും. സോ പി എ കോംപ്ലിമെൻറ്റ് ഡിനോട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് നോട്ട് ഹാപ്പനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസ് ഇല്ലാത്ത ഈവൻറ്റ്സ്. സോ പി ഓഫ് അങ്ങനെയുള്ള ഈവൻസിൻ്റെ കേസിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇനി കണ്ടീഷണൽ പ്രോബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പി ഓഫ് എ ഗിവൺ ബി. അപ്പോൾ ബി എന്ന് പറഞ്ഞ ഈവൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ ഈവൻറ്റ് ഇനി ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഇത് കണ്ടീഷണൽ പ്രോബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു തിയറമാണ് ബേസ് തിയറം എന്ന് പറഞ്ഞത്. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ബൈ പി ഓഫ് ബി. ഇതും കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്, ഇതും കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടേംസ് എക്സ്പെക്ടേഷനും വേരിയൻസും. ഇനി എക്സ്പെക്ടേഷൻ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഇക്വേഷൻ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ പല പ്രാവശ്യം ചെയ്തു,
പല പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് അവിടെ സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസ് കിട്ടി. ഈ ഔട്ട്കംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസുള്ള പ്രോബിലിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മപ്പ് ചെയ്യുക, എത്ര സെറ്റ് ഓഫ് ഔട്ട്കംസ് ഉണ്ടോ അതിനെല്ലാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി സമ്മപ്പ് ചെയ്താൽ മതി. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഡിഫറൻസ് എന്താണ്? സിഗ്മ മാറി അവിടെ എന്തായിട്ട് മാറി? ഇൻറ്റഗ്രൽ ആയിട്ട് മാറി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. വേരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് വി ആർ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ.